ചരിത്രത്തിലാദ്യമായി തുടർച്ചയായ മൂന്നാം ദിവസവും അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത നിയമസഭ. വിലക്കയറ്റം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചപ്പോൾ ഓണക്കാലത്തെ വിപണി ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ അവഗണനയും ഉന്നയിച്ചായിരുന്നു സർക്കാരിന്റെ മറുപടി. പണപ്പെരുപ്പം ഉൾപ്പെടെ കണക്കുകൾ നിരത്തിയാണ് പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചതെന്നും സർക്കാർ പരാജയമാണെന്നും ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തെ വിലക്കയറ്റവും പണപ്പെരുപ്പവും ഉയർത്തിയായിരുന്നു ഇന്നത്തെ അടിയന്തര പ്രമേയം. PC വിഷ്ണുനാഥിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ച ചെയ്യാൻ ഭരണപക്ഷം തീരുമാനിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയമാണെന്നും വിലക്കയറ്റത്തിൽ ഇനി സർക്കാർ കോൺക്ലേവ് നടത്താമെന്നും PC വിഷ്ണുനാഥിന്റെ പരിഹാസം. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇനി ഇപ്പോൾ ഈ സർക്കാരിന് മുമ്പിൽ ആകെ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഇപ്പോൾ മൊത്തത്തിലൊരു ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു അന്തർദേശീയ വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാം. പ്രതിപക്ഷം സ്ഥിതിവിവര കണക്കുകൾ നിരത്തിയപ്പോൾ സർക്കാർ പൊങ്ങച്ചം പറയുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. കഴിഞ്ഞ 9 മാസക്കാലമായി റീറ്റെയിൽ പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിലും വിലക്കയറ്റത്തിലും കേരളം ഒന്നാം സ്ഥാനം തുടർച്ചയായി കൊണ്ടുപോകാണ്. ഇത് കേരള കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് എല്ലാ കാലത്തും കേരളം ഒന്നാം സ്ഥാനമാണ് എന്നുള്ള വാദം ശരിയല്ല. ഓണക്കാലത്ത് വിപണിയിൽ ഇടപെടാൻ കഴിഞ്ഞെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ മറുപടി. ഓണത്തിന് ഒരു തരി അരി പോലും നൽകാത്ത കേന്ദ്ര നിലപാടിനെതിരെ പ്രതിപക്ഷം പറയാൻ തയ്യാറായിട്ടില്ലെന്നും ഭക്ഷ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഈ മലയാളിക്ക് അരി നിഷേധിച്ച, അരി നൽകില്ലെന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനോട് ചോദ്യം ചെയ്യാൻ, ഇത് ഈ നിമിഷം വരെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ എപ്പോഴും ഗവൺമെന്റിനെ കുത്തുന്ന ആ നിലപാടുമായി അധിക ദൂരം പോയാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരുമെന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്ത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്നും ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. എന്നാൽ മന്ത്രി പറഞ്ഞത് കള്ളമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഈ സർക്കാരിന്റെ കാലത്ത് 16 അടിയന്തര പ്രമേയം ചർച്ച ചെയ്തപ്പോൾ അതിൽ 4 അവതരിപ്പിച്ചത് PC വിഷ്ണുനാഥാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.